നല്ല കാലാവസ്ഥയാണ്, നല്ല മഴയുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ നമ്മളെ ഇക്കാക്കാൻ്റെ മൂത്ത ഏട്ടൻ്റെ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർപ്പാണ് കോൺക്രീറ്റ് ഇടൽ. അപ്പോൾ രാവിലെ തന്നെ വണ്ടിയെല്ലാം ബൈക്കായി മഴ പെയ്തുകൊണ്ട് ചളിയിൽ പൂണ്ട് അങ്ങനെ അവർ രാവിലെ വന്ന പണിക്കാർ ലോഡൊക്കെ എടുത്തിറക്കി. അപ്പോൾ കമ്പിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാർപ്പിൻ്റെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കേണ്ട ഡ്യൂട്ടി നമ്മൾ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുന്നുണ്ട്. നല്ല അടിപൊളി പൊരിച്ചിട്ടുള്ള കണ്ണൂർ ബിരിയാണി കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കണ്ണൂർ ബിരിയാണി? പക്ഷേ ഇത് സ്പെഷ്യലായിട്ട് അടിപൊളിയായിട്ട് ചേരുവകൾ ചേർത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മസാലക്കുള്ള സംഭവമാണ്, അതായത് കോഴി പൊരിച്ചതിനുള്ള. ഞാൻ അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് വിനാഗിർ, ചപ്പ്, കുറച്ച് ചെറുനാരങ്ങ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പൊരിച്ചെടുക്കാനുള്ളൊരു പരിപാടി കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, അതായത് കല്ലുപ്പ്, പൊടിയുപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗരം മസാല, കുറച്ച് ഗരം മസാല, പിന്നെ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ച്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പരം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി എല്ലാം കൂടി പെരക്കി കൂട്ടിക്കലക്കി അവിടെ വെച്ച് ഒരു മണിക്കൂറുള്ള റെസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് എന്താക്കുക, ബിരിയാണിക്കുള്ള മസാല, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഉള്ളി സെറ്റാക്കാം. ഉള്ളി ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, ചതച്ച ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മുളക്, പച്ചമുളക് ചതച്ചത്, ഏകദേശം അതിന് കണക്കായ ക്വാണ്ടിറ്റി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഏകദേശം 2-3 സ്പൂൺ ഉണ്ടാവും മഞ്ഞൾപ്പൊടി, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം വെന്ത് ഈ ഒരു പരിപാടി. അപ്പോൾ ഇറക്കാൻ പാടില്ല, മാക്സിമം സെറ്റ് ചെയ്യുക. അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് കോഴി പൊരിക്കുക. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് റെസ്റ്റിന് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ തക്കാളി അത് വെന്തേരം ഉള്ളി ഏകദേശം വാടിയ സമയത്ത് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഒന്ന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് ഉള്ളി നമുക്ക് വാടി കിട്ടും. ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് കുറച്ച് മിക്സ് ആക്കി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എണ്ണ തളിച്ചിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, കോഴി ഉണ്ടല്ലോ, നേരത്തെ പെരക്കി വെച്ച കോഴി പൊരിക്കുക. ആഹാരം തന്നെ ലെഗ് പീസ് ഇടുന്നു കേട്ടോ. എന്താണല്ലേ, നല്ല കിടിലൻ ലെഗ് പീസ്. അപ്പോൾ കുറേ പൊരിക്കാണ്ടിട്ട് ഏകദേശം 4-5-6 കിലോനുണ്ട് കോഴി. അപ്പോൾ അതെല്ലാം പൊരിച്ചെടുക്കണം. മുഴുവനായിട്ട് കാണിക്കാൻ സെറ്റാവില്ല. അപ്പോൾ എന്താക്കി പൊരിച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മസാല ഇത് എവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ഉണ്ടല്ലോ, സാധാ ചിക്കൻ മസാല ആഡ് ചെയ്ത്, പിന്നെ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഈ പറഞ്ഞ പോലെ ഗരം മസാല, കുറച്ച് ബിരിയാണി മസാല, ഇത് കുരുമുളക് പൊടിയാണ്, ബിരിയാണി മസാല, ഇത്രയും കാര്യങ്ങൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് പെരക്കുക. നല്ല കിടിലൻ ടേസ്റ്റുള്ള മസാല കേട്ടോ. ഇത് ബിരിയാണി സാധാ പൊരിച്ച് വെക്കുന്ന ഒരു വെറൈറ്റി സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോളൂ, എന്നിട്ട് കഴിച്ച് നോക്കി അഭിപ്രായം പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഇല്ലി നമ്മൾ എന്താക്കും, പിന്നെ അവസാനം കഴിക്കാൻ വേണ്ടി 2 അതിഥികൾ വിളിക്കുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബറിനെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന എല്ലാ പരിപാടിക്കും നമ്മൾ സബ് ചെയ്ത ആൾക്കാരെ വിളിക്കാമെന്നുള്ളൊരു ഉദ്ദേശം ഓരോ വീഡിയോനും. അപ്പോൾ പേഴ്സണൽ മെസ്സേജ് അയക്കും, വരാൻ പറ്റുന്നവർക്ക് വരുമെന്ന് പറയും, അല്ലാത്ത നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താക്കുക, എല്ലാം ആഡ് ചെയ്ത് അതിന് ശേഷം കുറച്ച് ദമ്മിടാനും വേണ്ടിയിട്ട് കുറച്ച് തൈര് നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് തൈര് ആഡ് ചെയ്ത് തൈരിൻ്റെ കൂടെ കുറച്ച് ചപ്പ്, നേരത്തെ മാറ്റി വെച്ച മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില കുറച്ച് ആഡ് ചെയ്ത് നെയ്ച്ചോറ് വെക്കുക. ദമ്മട കിടക്കട്ടെ, അത് ഇറച്ചി കിടക്കട്ടെ. നമുക്ക് എന്തൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് പട്ട, ഗ്രാമ്പു കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ബിരിയാണിക്കുള്ള ചോറ്. ഞാൻ ഫസ്റ്റ് പൊതുവേ ഗീ ഫസ്റ്റ് ഇടുന്നതാണ്, ലാസ്റ്റ് ഇടില്ല. ഫസ്റ്റ് ഗീ ഉപയോഗിച്ച് അതിലേക്ക് കുറച്ച് പട്ടയും കാര്യങ്ങളൊക്കെ ഇട്ട്, കുറച്ച് ജീരകവും, കുറച്ച് ഉള്ളി, ഒരു 3 ഇതൾ പച്ചമുളക്, പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. രസത്തിന് കിടക്കട്ടെ, അവിടെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വീട്ടിലുള്ള ക്യാരറ്റ് തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്താൽ. പിന്നെ അതിലേക്ക് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് എത്രയാണ് നമ്മൾ അരി എടുക്കുന്നത് അതിന് കണക്കായ വെള്ളവും കാര്യങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഞാൻ പ്രത്യേകം പഠിപ്പിക്കണമെന്നില്ല, നെയ്ച്ചോറൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞാണ്. എന്നാൽ ആവശ്യമുള്ള ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കറിവേപ്പില ഇട്ട് ചോറങ്ങ് വെക്കാൻ തുടങ്ങി. ചോറിന് പെട്ടെന്ന് സെറ്റായിട്ടുണ്ട്, കാരണം ആദ്യം വെള്ളം തിളപ്പിച്ച് വെച്ചുകൊണ്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. അതാണ് ഇത്ര പെട്ടെന്ന് വന്ന് പരിപാടി വേഗം തീർക്കണമല്ലോ. അപ്പോൾ വെള്ളം തിളച്ച സമയത്ത് അതിലേക്ക് കുറച്ച് നാരങ്ങ, അതായത് ചെറുനാരങ്ങ, ഒരു 1/2 മുറി ചെറുനാരങ്ങ,
പിന്നെ കുറച്ച് തൈര്, നമുക്ക് ഈ ചോറ്റിൽ തൈര് ഇട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. കുറേ വേണ്ട, നല്ല പുളിപ്പ് കൂടും. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ തൈര് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും കൂടി ചോറിന് വരും. കുറേ വേണ്ട, കുറച്ച് കേട്ടോ. അരിയിട്ട് സെറ്റാക്കിയില്ല, ചോറ് റെഡിയായി. ചോറങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ദമ്മിടുന്ന പ്രോസസ്സിലേക്ക് കിടക്കുക. ദമ്മ് ഞാൻ അതായത് നമുക്ക് 2 തരത്തിലിടാം. നമുക്ക് അടിയിൽ ചോറും കുറച്ച് നടുക്കായിട്ട് മസാല ഇടാം. ഇത് വേണ്ട, ഇത് നമ്മൾ കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് അടിയിൽ തന്നെ മസാല, അതിൻ്റെ മുകളിലേക്ക് ചോറ്. ഏകദേശം ഒരു 5-6 കിലോ ചോറുണ്ടായിരുന്നു. അതുപോലെ തന്നെ 4-5 കിലോ പിന്നെ മസാലയും, അതായത് ചിക്കൻ. അപ്പോൾ ഇതിപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല രസമുള്ള മണം. അപ്പോൾ ദമ്മായി കുറച്ച് ഗരം മസാല ഇട്ട് കുറച്ച് കളറും, അതായത് ഈ രസം വേണ്ടതിന്, അപ്പോൾ കളറും ഇട്ട് കുറച്ച് ചപ്പും വിതറിയിട്ട് നമ്മൾ ദമ്മിടുന്നുണ്ട് ചോറ്. ഓക്കെ, ദമ്മിട്ട് അപ്പോൾ ഞാൻ 2 പാത്രം ദമ്മിട്ട്, നമുക്ക് കഴിക്കാൻ ഒരു പാത്രത്തിലും പിന്നെ അവർക്ക് കഴിക്കാൻ പാത്രത്തിലും. അപ്പോൾ ഏകദേശം കോൺക്രീറ്റിൻ്റെ കാര്യം തീരുമാനം ആയിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടാണ് ചെറിയൊരു പോർഷൻ കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ അവരെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കാണ് മെയിനായിട്ട് ചോറ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ദമ്മ് പൊട്ടിച്ച് എൻ്റെ മോനെ എന്നാ മസാല അല്ലേ, അടിപൊളി. കഴിക്കാനിങ്ങനെ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട സെറ്റപ്പിലേക്ക് ഞാൻ പറഞ്ഞില്ല, 2 പാത്രത്തിലിട്ട് ഒരു പാത്രം കൊണ്ടുപോയി. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർമാർ 2 ആൾക്കാർ വരാൻ വെയിറ്റിംഗ് ആണ്. നമ്മളോട് കൊണ്ടുപോയി സെറ്റാക്കി. നമ്മളെ അടുത്തുള്ള ഒരു കണ്ടാന്നിട്ട വയൽ എന്നല്ല പറയുന്നത്, നമ്മൾ കണ്ടെന്ന് പറയും കേട്ടോ. ഈ രാമന് 2ാമത്തെ പാത്രം എന്താണെന്നല്ലേ, അടിപൊളി ചോറ് കേട്ടോ. കാണാൻ മാത്രമല്ല കേട്ടോ, അവർ കഴിച്ചു നോക്കിയ അഭിപ്രായം കൂടി പറയും അവരെന്താണെന്നുള്ള ചോറ്. അപ്പോൾ ഞാൻ കുറച്ച് വഴിക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചോറ് ചെറിയൊരു പാത്രത്തിൽ വിളമ്പി സെറ്റായി കൊടുക്കുന്നുണ്ട്, ചെറിയ 2 കഷ്ണം. അവർ ഓൾറെഡി ചോറ് കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് മതി എന്ന് പറയുന്നുണ്ട്. എന്നാലും അത്യാവശ്യം ഒരാൾ കഴിക്കേണ്ട ക്വാണ്ടിറ്റിയിലുള്ള ചോറ് ഞാൻ അവർക്ക് ഇട്ട് കൊടുത്ത്. അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ. അടിപൊളി ബിരിയാണി ഷംസീറെ. സോഫ്റ്റ് എന്ന് കഴിച്ചിട്ട് 2ാമത്തെ സൂപ്പർ ബിരിയാണി ഇതാണ്. കണ്ണൂർ സോഫ്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡ്. അടിപൊളി. ഇപ്പോൾ ബിരിയാണി അടിപൊളിയാണെന്ന് സബ്സ്ക്രൈബർമാർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്ന സമയത്തും നമ്മളെ സബ്സ്ക്രൈബർമാരെ വിളിച്ചിട്ട് നമ്മൾ ഫുഡ് എടുക്കുന്ന ഒരു സെറ്റപ്പും കൂടി ഉണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുണ്ട് കേട്ടോ. ഓക്കെ, ആയിരിക്കും അവസരം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.